ഒരു പരാതി പറയാൻ വേണ്ടി വന്ന. എന്തേ ഒരു കാര്യം ചെയ്യാം, നമ്മൾ തണൽ നോട്ടിയാ തണൽ നോക്കിട്ടെ തണൽ തണൽ കൊണ്ടിച്ച് കഴിക്കാം. ഉണ്ടോ? എന്നാ നോക്കാം. എന്തായാലും പൊതിച്ചോറ് വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോയിരുന്ന് കഴിക്കുന്നില്ല. നമുക്ക് ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തിന് തന്നെ വണ്ടിക്കത്തിരുന്ന് കഴിക്കാം അല്ലേ. ഇവിടെ അത്ര പ്രകൃതി രമണീയമല്ല, എല്ലാം വേസ്റ്റ് കുപ്പയാണ്. എന്നാലും അപ്പുറത്ത് നമ്മുടെ കുന്തല റബ്ബറൊക്കെ കുഴപ്പമുണ്ട്. ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് കഴിക്കും, തണലുണ്ടല്ലോ. പൊതിച്ചോറ് അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. അപ്പം ഐശ്വര്യമായിട്ട് പൊതിച്ചോറും തുറന്നേ. നമ്മള് പൊതിച്ചോറ് ഉണ്ടാക്കി കൊണ്ടുപോയാണ് എല്ലായിടത്തും കഴിച്ചിട്ടുള്ളത്. അതെ, ഇപ്പൊ വേറെ ഇടത്തിരുന്ന് പൊതിച്ചോറ് വാങ്ങിച്ച് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അല്ല, അവരെ കണ്ടപ്പം നമുക്കൊരു എന്താ പറയാ, ഒരു 2 സ്ത്രീകളല്ലേ, അവരാ വെയിലത്ത് നിന്ന് കച്ചവടം നടത്തുക. ഇതാണ് ഇത് തുറക്കുന്നത്. മോരൊക്കെ മാറ്റിക്കുക. അതിനകത്തുള്ള നിധി എന്താണെന്നാണ് നമുക്കറിയേണ്ടത് സുഹൃത്തുക്കളെ. ആഹാ, എൻ്റെ അപ്പനെ എന്തൊക്കെയാണ്? തോരനുണ്ട്, ചമ്മന്തി ഉണ്ട്. എന്താ മെഴുക്കോട്ടിയാ? പയറ് മെഴുക്കോട്ടി. തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണ്ട്. ഇതെന്താണ്? അച്ചാറുണ്ട്. പിന്നെ മീൻ വറുത്തത്. എന്തി ഇത് കാണിച്ച്, അതാണ് പ്രധാനം. ആഹാ, മത്തി വറുത്തത്. മീൻ വറുത്താൻ അടിയാവുമല്ലോ. ഒരു പൊതി കൂടെ വാങ്ങണ്ടായിരുന്നു അല്ലേ. വേണ്ട, മോരുണ്ട്. മോര് വേണേ കുറച്ച് അഴിച്ച് വെച്ച്. സൗകര്യക്കുറവുണ്ട്, കുഴപ്പമില്ല. നീ കറക്റ്റായിട്ടിരുന്നു. മോരോട് ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് പൊതിച്ചോറ്. സാധാരണ വണ്ടിയുടെ ബോണറ്റെ വെച്ചിട്ട് കഴിക്കാറുള്ളത്. കാരണം പുറത്ത് ഭയങ്കര കാറ്റും ചൂടുമാണ്. നീ എടുത്തു അച്ചാർ, നീ എടുത്തു. പയറ് മെഴുക്കോട്ടി എനിക്ക് വേണം. നല്ല അടിപൊളി പയറ് മെഴുക്കോട്ടി കേട്ടോ. തേങ്ങ കൊത്തൊക്കെ കിട്ടാണ്ടില്ലേ. ഇച്ചിരി ഒഴിച്ചു. ഓയ് മതി. നീ തന്നെ അങ്ങ് ഇളക്ക്. 2 പേരും ഇട്ട് കൈയിട്ട് ഇളക്കി പോകണ്ട. എല്ലാം അടുപ്പിൽ തന്നെ പാചകം ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. ചമ്മന്തി ഇട്ടങ്ങോട്ടെ, ഇളക്കിക്കോ, ഒന്നും നോക്കണ്ട. മുട്ട വറുത്തതില്ല. നീ കഴിച്ചോ. ഞങ്ങൾ കഴിച്ചോളാം. അതൊക്കെ കഴിച്ചോ. കുടിക്കാൻ വെള്ളം വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അല്ലേ, എനിക്ക് സംശയമുണ്ട്. അടുപ്പിൽ തന്നെ മൊത്തം കുക്കിന്ന് തോന്നുന്നു, ഗ്യാസിലല്ല. അടുപ്പിച്ച് ചെയ്തതിൻ്റെ ഒരു എന്ത് തോരനത്? കാബേജും ക്യാരറ്റും ആണോ? ഓക്കെ, ഞെടിക്കോളൂ. കാരണം കഴിക്കാനുള്ള സൗകര്യമില്ല സുഹൃത്തുക്കളെ. നമ്മുടെ സ്വന്തം മാരുതി 800 കാരാവാനകത്ത് തന്നെയാണ്. അതെ. നോക്കട്ടെ. എനിക്ക് പക്ഷെ പൊതിച്ചോറിനകത്ത് മോര് താല്പര്യം. എനിക്ക് ചമ്മന്തിയും ഒരു ഉരുളക്കിഴങ്ങും കൂട്ടി മുട്ട വറുത്തത് മാത്രം മതി. സ്വർഗ്ഗമാണ്. സൂപ്പർ തോരൻ കേട്ടോ. സൂപ്പർ, നല്ല ഫ്രഷ് അല്ലേ. ചോറിന് ഒരു നനവ് പോലും ഇല്ല കേട്ടോ. ഈ ചൂടോടെ പൊതിയുമ്പോ നനവ് വരത്തില്ല. ഒന്നുമില്ല. നന്നായിട്ട് വാർത്ത് എടുത്തിട്ടുണ്ട്. വിറകടുപ്പില്ല, ഉണ്ടല്ലേ. ഒരു വെള്ളമയമായിട്ട് ഒന്നുമില്ല. അത് തന്നെയാണ് എൻ്റെ പ്രധാനം. കൊള്ളാം. പിള്ളേർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നല്ല രുചിയുണ്ട് കേട്ടോ അല്ലേ. എന്താ മീൻ മൊത്തം അവൾ അടിച്ചു മാറ്റി. അവന്റെ മീൻ അങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചു. എനിക്ക് അച്ചാർ മതി. മത്തി ഒരു കുഞ്ഞമ്മത്തിയാ. പിന്നെ ഇപ്പൊ മത്തിക്ക് ഭയങ്കര വിലയല്ലേ, പിന്നെ എന്തോ ചെയ്യാനാ. പിന്നെ അടിപൊളി. നല്ല മത്തിയാ. ചമ്മന്തി കൂടാ കേട്ടോ, നല്ല ചമ്മന്തി.
കഴിക്കാനുള്ള സൗകര്യം കുറവാണ്, പക്ഷെങ്കിലും നമുക്ക് സ്വർഗം അല്ലേ. അപ്പോൾ കണ്ടില്ലയോ, ഇലപ്പൊതി കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. സാധാരണ നമ്മൾ ചോറ് കളയാറില്ല അല്ലേലും. അത് തന്നെ, നേരിട്ട് അവരെ പോയി കാണണം അല്ലയോ. നമുക്ക് നേരിട്ട് അവരോട് എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ. എന്തായാലും അവരത്രയും കഴിച്ചു തിരിച്ച് അവരുടെ അടുത്ത് തന്നെ പോവാ. അതെ, പോയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷം. കൊള്ളാന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നവർക്ക് അത് കൊള്ളാമെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു സന്തോഷം. തിരിച്ചു വരാം, വണ്ടി തിരിക്കാം. വണ്ടി അവിടെ ഇട്ട് തിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചുകൊണ്ടുവരാം. ഞങ്ങളെ ഒരു പരാതി പറയാൻ വേണ്ടി വന്ന, എന്തായാലും പൊതുവെ കഴിച്ചില്ല. നമ്മൾ പരാതി എനിക്ക് ഭക്ഷണത്തിനെ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനാണ് കേട്ടോ. അപ്പം എന്തായാലും എനിക്ക് എൻ്റെ ഒരു പരാതി പറയാനുണ്ട്. സൂപ്പറായിരുന്നു സത്യമായിട്ടും. ആ ചോറ് അവൾ പറയുകയും ചെയ്തത്, നമ്മളെ വീട്ടമ്മമാർക്കറിയാം ചോറ് കൃത്യമായിട്ട് വെള്ളമില്ലാതെ ഊറ്റുക എന്നുള്ളത്. നല്ല ചോറ് അല്ലേ, നനവ് പോലും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചപ്പോൾ എനിക്കിനി നടന്നില്ല, വേറെ 2 വാങ്ങണ്ടായിരുന്നു. ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പരാതി ഉണ്ട് കേട്ടോ, മുട്ട വറുത്തം എല്ലാം മോശമായിപ്പോയി. കാരണം പൊതിച്ചോറ് തിന്നുകളുടെ കാലം മുതലേ അതിനകത്ത് അതുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ സംരംഭം വിജയിക്കട്ടെ. തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും, നമുക്ക് നാട്ടിൽ ഒരുപാട് പരിചയക്കാരുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ റൂട്ട് വരുമ്പം അറിയാമല്ലോ, കുളനടയിൽ നിന്ന് ചെങ്ങന്നൂർ പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ അതെ ഈ മരത്തിൻ്റെ തണലിൽ 2 സഹോദരിമാർ അവർ പൊതിച്ചോറ് ഇപ്പം ഒരാഴ്ചയായിട്ടേ ഉള്ളല്ലേ. അല്ല, കൂട്ടുകാരാണ് ചെയ്യുന്നത്. അതെ, സപ്പോർട്ട് ചെയ്യണം. ഉഗ്രനായിട്ട് പോട്ടെ. നല്ല ഭക്ഷണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നല്ലതാണെങ്കിൽ ആൾക്കാർ വന്ന് വാങ്ങിച്ച് കഴിച്ചോളും. ആ ഒരു എന്താ പറയുക, ക്വാളിറ്റി നിങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് വിടണ്ട. തോരനൊക്കെ സൂപ്പറായിരുന്നു. ഈ പയറ് മെഴുക്കോട്ടിക്കകത്തൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഇടുന്ന സൂപ്പറാട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അടിപൊളി. പിന്നെ പ്രത്യേകിച്ച് ഇത് എൻ്റെ അമ്മയുടെ നാട്ടുകാർ തന്നെ കേട്ടോ, പുന്തലക്കാരാണ്. ചോദിച്ചപ്പോഴാണ് മനസ്സിലായേ, കൊഴുവല്ലൂരുകാർ. അമ്മയുടെ നാട് തന്നെയാണ്. കൊഴുവല്ലൂർ അമ്പലത്തേക്ക് സ്ഥിരം വരാറുള്ള ഞങ്ങൾ. അപ്പോൾ ശരി, സന്തോഷം, താങ്ക് യു, നന്നായിരിക്കട്ടെ. ടാറ്റാ പറഞ്ഞോളൂ.